തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനും പ്രതിരോധ മന്ത്രി യാസർ ഗുലറും ജൂലൈ 9-ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി ചർച്ചകൾക്കായി ഇസ്ലാമാബാദിൽ എത്തുകയുണ്ടായി. ഏകദേശം $5 ബില്യൺ വ്യാപാരം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാനും തുർക്കിയും ധാരണയായി. കൂടാതെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി യൂനിസിനെയും ഇവർ കാണുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. എന്തുകൊണ്ടാണ് തുർക്കി പാകിസ്ഥാനും ബംഗ്ലാദേശുമായി പ്രതിരോധ സഹകരണം ഉണ്ടാക്കാൻ ഇത്ര തിടുക്കം കൂട്ടുന്നത്? ഇത് ഇന്ത്യയെ വളയാനുള്ള ഒരു ആസൂത്രിത നീക്കമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം കിഴക്കിൽ ബംഗ്ലാദേശും പടിഞ്ഞാറിൽ പാകിസ്ഥാനും ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളുമായി പ്രതിരോധ സഹകരണം തുർക്കി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഇന്ത്യയെ ഭയപ്പെടുത്താൻ എളുപ്പമാണ് എന്നാണ് തുർക്കി വിശ്വസിക്കുന്നത്. എന്തായാലും ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം ഇന്ത്യ ഒരു ജിയോ പൊളിറ്റിക്കൽ ഗെയിം തുർക്കിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. തുർക്കി മാധ്യമങ്ങൾ ഇതൊരു ഫൗൾ പ്ലേ ആണെന്ന് പറഞ്ഞ് കരയുകയാണ്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂരിനിടെ പാകിസ്ഥാനെ കൈയും മെയ്യും മറന്ന് സഹായിച്ച തുർക്കിയുടെ പ്രകോപനങ്ങൾക്ക് മറുപടിയായി കൊടുത്ത ഇന്ത്യയുടെ ഒരു വലിയ അടിയാണ് ഇത് എന്ന് നമുക്ക് പറയാം. ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ അങ്കാറയ്ക്ക് ഒരു വലിയ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് തുർക്കി ഇപ്പോൾ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവർക്കും ലേൺ വിത്ത് സുമേഷ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും കൂട്ടുപിടിച്ചുള്ള തുർക്കിയുടെ നീക്കങ്ങൾ ശരിക്കും ഒരു ജിയോ പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആയിരിക്കുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഇന്ത്യ തുർക്കിയുടെ ആജന്മ ശത്രുക്കളായ ഗ്രീസിനും സൈപ്രസിനും തങ്ങളുടെ നൂതന ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂസ് മിസൈൽ വാഗ്ദാനം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. കിഴക്കൻ മെഡിറ്ററേനിയനിൽ തുർക്കി തങ്ങളുടെ മുഖ്യ എതിരാളിയായി കരുതുന്ന രണ്ട് രാജ്യങ്ങളാണ് ഗ്രീസും സൈപ്രസും. LRLACM വ്യോമതാവളങ്ങൾ, കമാൻഡ് സെന്ററുകൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളിൽ കൃത്യതയോടെ ആക്രമണം നടത്താൻ രൂപകൽപ്പന ചെയ്ത ഒരു സബ്സോണിക് ക്രൂയിസ് മിസൈലാണ്. ഇന്ത്യയുടെ DRDO വികസിപ്പിച്ചെടുത്ത 2024 നവംബർ 12-ന് വിജയകരമായി പരീക്ഷിച്ച LRLACM വ്യോമതാവളങ്ങൾ, കമാൻഡ് സെന്ററുകൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളിൽ കൃത്യതയോടെ ആക്രമണം നടത്താൻ രൂപകൽപ്പന ചെയ്ത ഒരു സബ്സോണിക് ക്രൂയിസ് മിസൈലാണ്. കരയിൽ നിന്ന് 1500 കിലോമീറ്ററും നാവിക പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് 1000 കിലോമീറ്ററും ദൂരപരിധി ഇതിനുണ്ട്. LRLACMന് കൺവെൻഷണൽ വാർഹെഡ്സും ആണവ പോർമുനകളും വഹിക്കാനും തുർക്കിയുടെ S-400 സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന പ്രതിരോധങ്ങളെ മറികടക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യ ആയുധം കൈമാറിയാൽ അത് തുർക്കിക്ക് വലിയൊരു ഭീഷണി, തുർക്കിയുടെ നിലനിൽപ്പിന് തന്നെ വലിയൊരു ഭീഷണിയാകും എന്നുള്ളത് ഉറപ്പാണ്. തുർക്കി വ്യോമസേനയുമായുള്ള സാധ്യമായ ഏറ്റുമുട്ടലുകൾക്ക് തയ്യാറെടുക്കുന്നതിനായി ഓപ്പറേഷൻ സിന്ദൂരിൽ നിന്ന്, പ്രത്യേകിച്ച് റഫാൽ ജെറ്റ് പ്രകടനത്തെക്കുറിച്ച് ഉള്ള ഇന്ത്യയുടെ പാഠങ്ങൾ ഗ്രീസ് ഇന്ത്യയുടെ പക്കൽ നിന്നും തേടിയതായി റിപ്പോർട്ടുകളുമുണ്ട്. ഈ അറിവുകൾ ഗ്രീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീസുമായി അതിർത്തി തർക്കങ്ങളും സംഘർഷങ്ങളുമുള്ള തുർക്കിക്ക് വലിയൊരു പണിയാണ് ഇന്ത്യ കൊടുത്തത് എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഗ്രീസും സൈപ്രസും തുർക്കിയുടെ ആജന്മ ശത്രുക്കളാണ്. കാരണം മെറിടൈം ബൗണ്ടറീസിനെ ചൊല്ലിയും പ്രാദേശിക വിഷയങ്ങളെ ചൊല്ലിയും ദീർഘകാലമായി തർക്കങ്ങളും സംഘർഷങ്ങളും തുർക്കിക്ക് ഈ രണ്ട് രാജ്യങ്ങളുമായി ഉണ്ട്. ഈ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇന്ത്യ വളരെ ശക്തമായൊരു മെസ്സേജാണ് തുർക്കിക്ക് നൽകുന്നത്. നമ്മുടെ പിന്നാമ്പുറത്ത് വന്ന് നമുക്കെതിരെ കളിച്ചാൽ നമ്മളും തുർക്കിയുടെ പിന്നാമ്പുറത്ത് വന്ന് പണി കൊടുക്കും എന്ന ഒരു ശക്തമായ സന്ദേശമാണിത്. ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ പാകിസ്ഥാനെ സഹായിക്കാൻ ഡ്രോണുകൾ മാത്രമല്ല തുർക്കി നൽകിയത്, അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ടെക്നിക്കൽ സ്റ്റാഫിനെയും നൽകിയിരുന്നു. പവാൽപൂർ, മുരിദ്കി, റാവൽപിണ്ടി, സർഗോദ തുടങ്ങിയ പാകിസ്ഥാനി ലക്ഷ്യങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ ഈ ടെക്നിക്കൽ സ്റ്റാഫുകളിൽ ചിലരും കൊല്ലപ്പെട്ടു. ഇത് ശരിക്കും തുർക്കിയുടെ ഒരു നേരിട്ടുള്ള ആക്രമണമായിരുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെയാണ് തുർക്കിയെ നിലയ്ക്ക് നിർത്താൻ ഇന്ത്യ തുർക്കിയുടെ ആജന്മ ശത്രുക്കളായ ഗ്രീസും സൈപ്രസുമായി പ്രതിരോധ സഹകരണങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും അതിനെ കൗണ്ടർ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ആയിരിക്കണം തുർക്കിയുടെ പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാനിലും ഇപ്പോൾ ബംഗ്ലാദേശിലുമൊക്കെ സന്ദർശനം നടത്തി അവരും പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പോലെയുള്ള ദരിദ്ര രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ ഒതുക്കാൻ ശ്രമിക്കുന്നതിലൂടെ വലിയ ഒരു ജിയോ പൊളിറ്റിക്കൽ മിസ്റ്റേക്കാണ് തുർക്കി ഇവിടെ ചെയ്യുന്നത്. കാരണം എതിർവശത്ത് ഇന്ത്യയാണ്, ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായ രാജ്യം. കൂടാതെ മാരകമായ പല ആയുധങ്ങളും ഇന്ന് ഇന്ത്യയുടെ കയ്യിലുണ്ട്.
അതുകൊണ്ട് തന്നെ എർദോഗാന്റെ ഈ മണ്ടത്തരങ്ങളെ നമുക്ക് ഒരു വാക്കിൽ വ്യാഖ്യാനിക്കാം: വിനാശകാലേ വിപരീത ബുദ്ധി.